ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കാത്തതിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കവേ പ്രിയങ്ക ഗാന്ധി എംപിയുടെ മൈക്ക് ഓഫ് ചെയ്തത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തു. പാക് സൈന്യം കീഴടങ്ങുന്ന ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നീക്കം ചെയ്തതായി ചൂണ്ടിക്കാട്ടിയ പ്രിയങ്ക ഗാന്ധി ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. എല്ലാ വർഷവും ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം സർക്കാർ ഇക്കാര്യം പാർലമെന്റിൽ പരാമർശിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വ പാഠവും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിന് നേരെ കണ്ണടച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് അത്തരമൊരു യുദ്ധത്തിനിറങ്ങാനും വിജയം വരിക്കാനും കഴിഞ്ഞതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പ്രിയങ്കയുടെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടത്. ഇതോടെയാണ് സഭയിൽ ബഹളം തുടങ്ങിയത്. പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. 1971 ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടക്കുന്ന സമയം ഇന്ത്യ മാത്രമാണ് അതിനെതിരെ പോരാടാൻ തയ്യാറായത്. ലോകം മുഴുവൻ ഈ സംഭവത്തിനെതിരെ കണ്ണടച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നു. നമ്മൾ യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു. പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ പട്ടാളക്കാർക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് അവിടെയില്ല. ഇത് ആ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടന്നു വരികയാണ്. പാവപ്പെട്ട ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ്. എന്നാൽ പ്രധാനമന്ത്രിക്കും BJP സർക്കാരും മൗനം പാലിക്കുകയും ചെയ്തു. അത് പാടില്ല. നമ്മൾ ഈ വിഷയത്തിൽ നിലപാടെടുക്കണം. മാത്രമല്ല പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നീക്കം ചെയ്ത ആ വിജയ ചിത്രം അവിടെ പുനഃസ്ഥാപിക്കണം, പ്രിയങ്ക സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രിയങ്ക സംസാരിക്കുന്നതിനിടെ 3 തവണ അവരുടെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടു. ഇതിന് പിന്നാലെ കോൺഗ്രസ് സഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് പാർലമെന്റിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധ പ്രകടനവും നടത്തി.